BJP സർക്കാരുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അതൊക്കെ മിച്ച സംസ്ഥാനമാണ് എന്നുള്ളൊരു കണക്ക് വരുന്നുണ്ട്. നമ്മുടെ കേരളമാണെങ്കിൽ കടമെടുത്ത് മുടിഞ്ഞു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഏതാണ്ട് 6000 കോടിയിലധികം കടം ഇപ്പോൾ തന്നെയായി. എന്നിട്ടും കേന്ദ്രത്തോട് യാചിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം, തരണം, ഇല്ലെങ്കിൽ അപ്പം തന്നെ കേന്ദ്രത്തിനെ കുറ്റം പറയും. ഇപ്പോൾ ഒരു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ വലിയ മിച്ചം ഇരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ സത്യത്തിൽ നമ്മളിത് നോക്കി പഠിക്കേണ്ടതാണ്. കേരള സത്യം പറഞ്ഞാൽ ഇതൊക്കെ നോക്കി പഠിക്കേണ്ടതാണ്. ഈ റിപ്പോർട്ടിൽ എന്താ സർ ശരിക്കും പറഞ്ഞിരിക്കുന്നത്? അതായത് പുതിയൊരു CAG റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ CAG സഞ്ജയ് മൂർത്തിയുടെ റിപ്പോർട്ടിൽ അതായത് ഇന്ത്യയിൽ 16 മിച്ച സംസ്ഥാനങ്ങളുണ്ട്. 16 ചെലവ് കഴിഞ്ഞിട്ട് പൈസ മിച്ചമുള്ള 16 സംസ്ഥാനങ്ങൾ. അതിൽ 10 സംസ്ഥാനങ്ങളും BJP സംസ്ഥാനങ്ങളാണ്. കേരളത്തിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞിന് 1.5 ലക്ഷം രൂപ കടമുണ്ട് എന്നാണ് കണക്ക്. അതായത് ഇങ്ങനെയാണ്, കുഞ്ഞിനെ ദരിദ്രവാസിയായിട്ടാണ് കേരളത്തിൽ ജനിച്ചു വീഴുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് 2022-23 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ടാണ് CAG റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ മിച്ചം ഉള്ള സംസ്ഥാനത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശാണ്. സകല ചെലവും കഴിച്ചിട്ട് 37,000 കോടി രൂപ നീക്കിയിരിപ്പുണ്ട് ആ സംസ്ഥാനത്തിന്. 37,000. മധ്യപ്രദേശ്, ഗുജറാത്ത്. പിന്നെ ഗുജറാത്ത് 19,865 കോടി രൂപ മിച്ചം. ഒഡീഷ 19,456 കോടി രൂപ മിച്ചമാണ് ഈ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.